എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മാൽദീവ് സീരീസിലെ 6ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാൽദീവ്സിൽ എത്തിയിട്ട് ഇത് ഞങ്ങളുടെ 3ാമത്തെ ദിവസമാണ്. നമ്മൾ മാൽദീവ്സിലെ മാഫുഷി എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം രാവിലെ ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഈ ഐലൻഡിൻ്റെ ഒരു പകുതി ഭാഗം ഞങ്ങൾ നടന്ന് കണ്ടായിരുന്നു. ബാക്കിയുള്ള ഭാഗം കാണാനായിട്ടുള്ളൊരു പ്ലാനിലാണ് ഇന്ന് രാവിലെ ഇറങ്ങിയേക്കണത്. ഈ ഹോട്ടലുകാർ എന്നെ വളർത്തുന്ന കുറച്ച് മക്കാവ് ബേഡ്സ് ആയിരുന്നു ഞങ്ങളുടെ ആ രാവിലത്തെ തന്നെ കണി. ഇവർ അത്യാവശ്യം ഇണങ്ങിയേക്കണത് കൊണ്ട് ഇവരെ കൂട്ടിലിടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പരിസരത്ത് തന്നെയുള്ള മരങ്ങളിലൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കും. ഇന്നലെ രാവിലെ മാഫുഷി ഐലൻഡിൻ്റെ പകുതിയോളം ഞങ്ങൾ കറങ്ങി കാരണം ഇന്ന് രാവിലെ ഏകദേശം നടുഭാഗം തൊട്ട് തുടങ്ങാനായിട്ടാണ് പ്ലാൻ. ലോക്കൽ മാൽദീവിയൻസ് താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഈ ഐലൻഡിൽ കുറേ ആളുകൾക്ക് കാറുമുണ്ട് കേട്ടോ. കുറച്ച് കറങ്ങിയെങ്കിലും അധികം താമസിക്കാണ്ട് ഞങ്ങൾ മാഫുഷി ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് എത്തി. ഇന്നലെ ഞങ്ങൾ വന്നത് ഗ്രൗണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡിലായിട്ടായിരുന്നു. ഈ ഒരു ലൊക്കേഷൻ ഏകദേശം മാഫുഷി ഐലൻഡിൻ്റെ കറക്റ്റ് സെൻറ്റർ തന്നെയാണ് കേട്ടോ. പല ഡ്രോൺ വീഡിയോസിലും ഞാനത് കണ്ടിട്ടുമുണ്ട്. ഇന്നലെ ഞങ്ങൾ വന്ന ഗ്രൗണ്ടിൻ്റെ അപ്പുറത്തെ സൈഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടി വീടുകളും അതുപോലെ തന്നെ കടകളും എല്ലാം കൂടുതലാണെന്ന് തോന്നുന്നു. ഈ മാഫുഷി ഐലൻഡിലുള്ള മിക്ക വീടുകളും ഏകദേശം ഒരേ രൂപത്തിലാണ് പണിതേക്കുന്നത്. മിക്ക വീടുകളും ഒരു പെട്ടിയുടെ ഷേപ്പിൽ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നേരെ റൂട്ടിലേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് പണിതേക്കുന്നത്. പിന്നെ ഇവിടുത്തെ റോഡുകളിലൊന്നും വലിയ തിരക്കില്ലാത്തത് കൊണ്ട് ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് തന്നെയാണ് ഇവർ ഇരിക്കാനായിട്ടും അതുപോലെ തന്നെ പാർക്കിങ്ങിനെല്ലാം ഉപയോഗിക്കുന്നത്. ഈ വീടുകളുടെ ഇടയിൽ ചെറിയ ചെറിയ കടകളും ഉണ്ട് കേട്ടോ. ഈ വീടുകളുടെ നേരെ ഓപ്പോസിറ്റ് വ്യൂ മാഫുഷി ഗ്രൗണ്ടാണ്. ഞങ്ങൾ നേരെ നടന്നൊരു സ്കൂളിൻ്റെ മതിലിൻ്റെ അടുത്തെത്തി. ഈ സ്കൂൾ മതിലിൻ്റെ ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ പല കാർട്ടൂൺ ക്യാരക്ടേഴ്സ് പോലത്തെ പടങ്ങളും വരച്ച് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സും എഴുതി വെച്ചിട്ടുണ്ട്. പിള്ളേർക്ക് സ്കൂളിലേക്ക് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ഇതെല്ലാം വായിച്ച് പയ്യെ നടന്നു പോകാവുന്ന രീതിയിലാണ് ഇവരിതെല്ലാം ചെയ്തേക്കുന്നത്. 2021 കണക്കനുസരിച്ച് മാൽദീവ്സിൻ്റെ ലിറ്ററസി റേറ്റ് ഏകദേശം 97.86%. കുറേ നാളുകളായിട്ട് മാൽദീവ്സിലെ ലോക്കൽ ഗവൺമെൻറ്റ്സ് ഇംഗ്ലീഷ് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാൽദീവ്സിലെ ലോക്കൽ ലാംഗ്വേജസിലുള്ള പ്രൈമറി സ്കൂൾസും ഇംഗ്ലീഷ് പ്രൈമറി സ്കൂൾസും അവൈലബിൾ ആണ്. മാൽദീവ്സിൽ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് കുറച്ച് അറിയാമെന്നുണ്ടെങ്കിൽ മാൽദീവ്സിൽ യാത്ര ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ സ്കൂൾ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ചെറിയൊരു സ്കൂളാണെന്ന് തോന്നിയെങ്കിലും ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ടപ്പോഴാണ് ഇത് അത്യാവശ്യം വലിയൊരു സ്കൂളാണെന്ന് മനസ്സിലായത്. ഇത് ഈ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. അതായത് നമ്മൾ വന്ന് ഇറങ്ങിയ ജെട്ടിയുടെ അടുത്തൊന്നും ഈ സ്കൂൾ കാണാൻ പറ്റും. സ്കൂൾ കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് പോയതോടുകൂടി ഞങ്ങളൊരു മുസ്ലിം പള്ളിയുടെ ഫ്രണ്ടിലെത്തി. ഈ പള്ളി ടൂറിസം ഏരിയയോട് ചേർന്നതായതുകൊണ്ട് ഇന്നലെ കണ്ട പള്ളീനെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കുള്ള പള്ളിയാണത്. പള്ളി കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് പോയി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ടൂറിസം ഏരിയയിലേക്ക് അടുക്കുകയാണെന്നുള്ള സൈനുകൾ കണ്ടു തുടങ്ങി.
ഈ ഏരിയയിൽ കുറേ അധികം ബീച്ച് വെയറിൻ്റെ ഷോപ്പുകളും അതുപോലെ തന്നെ സൊവനിയർ ഷോപ്സും ഉണ്ട്. ഇതെല്ലാം ടൂറിസ്റ്റുകളുടെ അടുത്തുനിന്ന് ബിസിനസ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഷോപ്പുകളാണ്. ഈ ഷോപ്പുകളുടെ ഇടയിലെല്ലാം കുറച്ച് ലോക്കൽസിൻ്റെ വീടുകളും ഉണ്ട്. ഇതിൽ പല ആളുകളും ഇതെല്ലാം ഹോം സ്റ്റേ ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കാണ്. ഹോം സ്റ്റേസ് കൂടാതെ 2-3 നിലകളുള്ള കുറേ ഹോട്ടൽസ് നമുക്ക് ഈ ഏരിയയിൽ കാണാൻ പറ്റും. ഇവിടുത്തെ ഷോപ്പുകൾ പലതും 8 മണി 9 മണി ആകുമ്പോഴേക്കാണ് തുറക്കുള്ളൂ. എനിക്കും മാൽദീവ്സിനെ കുറച്ച് സൊവനിയറൊക്കെ വാങ്ങണമായിരുന്നു. പക്ഷെ കടകളൊന്നും തുറക്കാത്തത് കൊണ്ട് വൈകിട്ടത്തേക്ക് ആക്കിയ പ്ലാൻ. രാവിലെ തന്നെ ടൂറിസ്റ്റുകളെ പല പല ആക്ടിവിറ്റികൾക്ക് പോയിട്ട് വൈകുന്നേരമാണ് മിക്കവാറും ഷോപ്പിങ്ങിന് വേണ്ടി ഈ സ്ട്രീറ്റുകളിലേക്ക് ഇറങ്ങാറുള്ളൂ. മാഫുഷിയുടെ ഔട്ടർ ഏരിയാസിലുള്ള റോഡ് വെച്ച് നോക്കുമ്പോൾ ടൂറിസം ഏരിയയിലെ റോഡുകൾ ഭയങ്കര ഇടുങ്ങിയ റോഡുകളാണ്. നടന്ന ബീച്ചിനോട് ചേർന്നുള്ള ഏരിയയിലേക്ക് എത്തിയതോടുകൂടി വലിയ വലിയ ഹോട്ടലുകളെല്ലാം കണ്ടു തുടങ്ങി. ഈ ഹോട്ടൽസിൽ മിക്കതും ബീച്ച് ഫേസിംഗ് ആയിട്ടുള്ള ഹോട്ടൽസ് തന്നെയാണ്. ഇതിനോട് ചേർന്നുള്ള ഏരിയ വരെ ഇന്നലെ രാവിലെ ഞങ്ങൾ വന്നുകൊണ്ട് പോയതാണ്. ഈ പരിസരത്തിനോട് ചേർന്നാണ് മാഫുഷിയിലെ എക്സ്കവേഷൻ വർക്ക്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. മാഫുഷിയിൽ ടൂർ ഏജൻസി കൂടാതെ പല ഹോട്ടൽ ഗ്രൂപ്പുകളും ഡേ ടൂർസ് സംഘടിപ്പിക്കുന്നുണ്ട്. അതിലൊരു ഗ്രൂപ്പിൻ്റെ ഡേ ടൂറുകൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ബോർഡാണ് ഹോട്ടലിൻ്റെ പുറത്ത് ഈ വെച്ചേക്കുന്നത്. നമ്മൾ ഈ ബീച്ച് ഏരിയയിൽ കാണുന്നത് ട്രൈറ്റൺ ഹോട്ടലിൻ്റെ ഓപ്പൺ റെസ്റ്റോറൻറ്റ് ഏരിയയാണ്. ഇന്നലെ രാവിലെ നമ്മൾ കണ്ട ഓപ്പൺ റെസ്റ്റോറൻറ്റ് ഏരിയ വെച്ച് നോക്കി കഴിയുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഏരിയ ആണിത്. ഇതിനോട് ചേർന്ന് പല പുതിയ കൺസ്ട്രക്ഷൻസും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മിക്കവാറും ഇതെല്ലാം ഹോട്ടൽസ് ആയിരിക്കാൻ തന്നെയാണ് സാധ്യത. ഈ പരിസരത്തുള്ളൊരു പാർക്കാണ് നമ്മൾ ഈ കാണുന്ന മാഫാഹി വാത്തി. ഇത് ടൂറിസ്റ്റ് ഏരിയനോടൊക്കെ ചേർന്നുള്ളൊരു ഓപ്പൺ പാർക്കാണ്. പിള്ളേർക്ക് പറ്റിയ ചെറിയൊരു പൂളും അതുപോലെ തന്നെ കളി സാധനങ്ങളും പിന്നെ ഒരു ചെറിയൊരു ടർഫ് ഏരിയയും കൂടി കൂടിയതാണ് ഈ ഓപ്പൺ പാർക്ക്. എൻ്റെ കൂടെ വന്ന കൂട്ടുകാരൻ തൊട്ടപ്പുറത്തൊരു ഓപ്പൺ ജിം ഏരിയയിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓപ്പൺ ജിം ഏരിയ ഇന്ത്യ മാൽദീവ്സ് ആയിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പ് പ്രൊജക്റ്റാണ്. ഇത് മാത്രമല്ല കേട്ടോ, വേറെയും കുറേ പ്രൊജക്ട്സ് ഇന്ത്യയുടെ സഹായത്തോടുകൂടി മാൽദീവ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഐലൻഡിൻ്റെ ഒരു എക്സ്ട്രീം എൻഡാണ് കേട്ടോ. ഇവിടെ ഈ ജിം എക്യുപ്മെൻറ്റ്സിൻ്റെ ഒപ്പം തന്നെ ഒരു പാത്ത് വേയും അതുപോലെ തന്നെ ഇരിക്കാനായിട്ടുള്ള സ്പേസ് എല്ലാം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൂറിസ്റ്റ് ഏരിയനോട് ചേർന്നാണെങ്കിലും ഈ പരിസരമൊക്കെ ഇവർ ഡെവലപ്പ് ചെയ്തേക്കണം കണ്ടിട്ട് ലോക്കൽസിന് ഉദ്ദേശിച്ചാണെന്നാണ് തോന്നണത്.
അവിടുന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ കുറേ വെറുതെ കിടക്കുന്ന ബീച്ച് ഏരിയയിലേക്കാണ് എത്തിയത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഐലൻഡിൽ ഒരു വാട്ടർ വില്ല പ്രൊജക്റ്റും കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ നടന്ന് ഏറ്റവും പ്രൈവായിട്ടുള്ള ടൂറിസ്റ്റ് ഏരിയയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ടൂറിസ്റ്റ് ഏരിയയുടെ തൊട്ട് ബാക്ക് സൈഡിലുള്ള ഏരിയയിലായിട്ടാണ്. അങ്ങനെ ഈ ശല്യമൊന്നുമില്ലാത്ത ഏരിയയിൽ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഒരു ബ്ലാക്ക് ടിപ്പ് ഷാർക്ക് വന്നത്. ഇന്നലെ സ്നോർക്കിളിങ്ങിന് പോയപ്പോൾ കണ്ട നെയിൽ ഷാർക്കിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ സൈസൊന്നുമില്ല ഈറ്റങ്ങൾക്ക്. ഈ പരിസരത്ത് ബീച്ചിനോട് ചേർന്ന കുറച്ച് കല്ലുകെട്ടുകളൊക്കെ ഉണ്ട്. അതിനോട് ചേർന്നാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഏരിയനോട് ചേർന്ന റോഡുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ബീച്ച് സൈഡിൽ കൂടെ വേണം ഞങ്ങൾക്ക് ആ ടൂറിസ്റ്റ് ഏരിയയിലേക്ക് എത്തിച്ചേരാനായിട്ട്. ഒറ്റത്ത് 2 പേര് വെള്ളത്തിൽ ഇറങ്ങിയേക്കണത് ഒഴിച്ചാൽ ഈ പരിസരത്ത് വേറൊരു മനുഷ്യനുമില്ല. കടലിലേക്ക് ഇറക്കി കെട്ടിയേക്കണ ഒരു പുലിമുട്ടും കൂടി കഴിഞ്ഞതോടുകൂടി ഞങ്ങൾ മാഫുഷി ഐലൻഡിലെ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലേക്കാണ് എത്തിയേക്കണത്. ഈ പരിസരത്ത് കടലിന് ആഴം കുറവായ കാരണം 100-200 മീറ്റർ ആളുകൾക്ക് കടലിലേക്ക് നടന്നിറങ്ങാം. ഇത് നല്ല ആക്റ്റീവായിട്ടുള്ള ഏരിയ ആണെന്ന് നമ്മൾ ഈ പരിസരത്തേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കുറേയധികം ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ള ഹോട്ടൽസും അതുപോലെ തന്നെ നല്ല നീറ്റും ക്ലീൻ ആയിട്ടുള്ള ബീച്ചസുമാണ് ഈ പരിസരത്തുള്ളത്. ഇതാണ് മാഫുഷിയിലെ ബിക്കിനി ബീച്ച് ഏരിയ എന്നറിയപ്പെടുന്ന സ്ഥലം. മാഫുഷി ലോക്കൽസും കൂടി ജീവിക്കുന്ന ഒരു ഐലൻഡ് ആയതുകൊണ്ട് ഈ ഏരിയാസിൽ മാത്രമാണ് ടൂറിസ്റ്റുകൾക്ക് ബിക്കിനി ഇട്ടിട്ട് ബീച്ചിൽ ഇറങ്ങാനായിട്ടുള്ള അനുവാദമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മിക്ക ഫോറിനേഴ്സും ഈ പരിസരത്ത് തന്നെ റൂം എടുക്കുന്നതും ഇവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യണതും. കുറേ ടൂറിസ്റ്റുകൾ രാവിലെ തന്നെ ഈ ബീച്ചിൻ്റെ പരിസരത്തുമായിട്ടുണ്ട്. ഈ പരിസരത്തുള്ള ഹോട്ടലുകളിലെ ആളുകൾ കുറേ പേര് ബാൽക്കണിയിലിരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ കുറച്ച് ആളുകൾ ബീച്ചിൽ തന്നെ ചെയറുകളിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഏരിയ വരെയാണ് ആളുകൾക്ക് ബിക്കിനി ഇട്ടുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ എത്തുന്നത് വാട്ടർ സ്പോർട്സ് ഏരിയയിലേക്കാണ്. നമ്മൾ വന്ന അന്നോട്ട് കുറേയധികം വാട്ടർ സ്പോർട്സ് എല്ലാം കാണാണ്ടായിരുന്നെങ്കിലും ഇതെല്ലാം ഇന്ത്യയിലുള്ളത് കൊണ്ട് ഞങ്ങൾ ചെയ്യേണ്ടത് തീരുമാനിക്കാറുണ്ട്. പലതരത്തിലുള്ള ബോട്ട് റൈഡ്സും അതുകൂടാതെ തന്നെ ജെറ്റ് സ്കീ, ബനാന ബോട്ട്, പാരാസൈലിംഗ്, കയാക്കിങ് ഇങ്ങനത്തെ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം ഈ പരിസരത്ത് നടക്കുന്നുണ്ട് കേട്ടോ. ബിക്കിനി ബീച്ച് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയതോടുകൂടി ഇവിടെ ഷോർട്സ് ഇട്ടും അതുപോലെ തന്നെ ബിക്കിനി യൂസ് ചെയ്തൊന്നും ബീച്ചിൽ ഇറങ്ങാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലാം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉണ്ടെങ്കിലും വൈകുന്നേരമാണ് പ്രധാനമായിട്ട് തിരക്കുന്നത്. കുറേയധികം കമ്പനീസ് ഈ പരിസരത്ത് നിന്ന് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മിക്കവാറും എല്ലാ കമ്പനീസിൻ്റെ ബുക്കിംഗ് കൗണ്ടേഴ്സും ഈ ബീച്ചിനോട് ചേർന്ന് തന്നെയുണ്ട്.
പലരും രാവിലെ തന്നെ ബോട്ടുകളും കയാക്കൊക്കെ റെഡിയാക്കണ തിരക്കിലാണ്. കുറച്ചു നേരം ഞങ്ങൾ ആ ബീച്ചിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വെയിൽ കൂടുന്നേക്കാലം മുമ്പ് ഞങ്ങൾ ഹോട്ടലിലേക്ക് പയ്യെ നടന്നു തുടങ്ങി.